ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ ആണേ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങാനിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഡെലിവറി പെയിൻ ചെറുതായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഓൾറെഡി ഈ ബാഗ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഇന്നലെ വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇനി ഫ്ലൂയിഡ് പൊട്ടി എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ചിങ്ങനെ എന്തോ ഫ്ലൂയിഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ആ സമയത്ത് ഞങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചേക്കായിരുന്നു സാധനങ്ങളൊക്കെ. പക്ഷേ ബാഗിൽ പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് പെട്ടിയിലാക്കി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അഡ്മിറ്റ് ആക്കാൻ പറയുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം എടുക്കാൻ തിരിച്ച് വരണമല്ലോ. അങ്ങനെ പിന്നെ പോയതാണ്. പക്ഷേ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഇത് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരം ആയപ്പം പോകേണ്ടതായിട്ട് വന്നു. എനിക്ക് പെയിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചത് കറക്റ്റൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആദ്യം തന്നെ നമ്മളൊരു ക്യാരിങ് ബെഡാണ്. അത് വലിയ യൂസായിട്ട് എനിക്ക് തോന്നിയില്ല. കുഞ്ഞുവാവ അതിൽ കിടക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ കൊണ്ട് നടക്കാൻ നല്ലതാണ്. അതൊക്കെ ഞാൻ ഓൺലൈൻ മേടിച്ച കേട്ടോ. പിന്നെ ഈ മീമിയുടെ വെറ്റ് വൈപ്സ് ആണ് വാങ്ങിച്ചത്. അത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ആ കുഞ്ഞുങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ 2 എടുത്തു. ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഹഗ്ഗീസാണ് ഞാൻ എടുത്തത്, ഡയപ്പർ. അതും ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വാരി വലിച്ച് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു പാഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെറ്റർണിറ്റി പാഡാണ് കേട്ടോ. അത് നല്ല വീതിയുള്ളതാണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ ഒരു ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്ലോ ഉണ്ടാവും, ബ്ലീഡിങ് നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നല്ല യൂസാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡിസ്പോസിബിൾ പാഡഡ് പാൻറ്റീസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനകത്ത് പാഡില്ല, പാൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ മറ്റേ പാഡ് വെച്ചൊക്കെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് പിന്നെയും കുഴപ്പമില്ല. സർജറി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് നല്ല യൂസ് ആയിരിക്കും. കാരണം മറ്റേ പാൻറ്റിയുടെ നമ്മുടെ ഇലാസ്റ്റിക് കയറി കൊള്ളുന്ന കാരണം നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. ഇതാകുമ്പോൾ വലിയതായിട്ട് പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു കേട്ടോ. പിന്നെ ഒരു റോംബർ എടുത്തു. റോംബർ എനിക്ക് വലിയ യൂസായിട്ട് തോന്നിയില്ല. ഞാൻ തിരിച്ച് വരുന്നതിൻ്റെ അന്നാണ് കേട്ടോ ഇട്ടുകൊണ്ട് വന്നത്. അവിടെ നിൽക്കുമ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ കുഞ്ഞുടുപ്പ് കുറച്ച് 8-10 എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം നമുക്ക് ഇടാൻ വേണ്ടി മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ അധികത്തിൽ ഒന്നും വാങ്ങിച്ചൊന്നും വെച്ചില്ല. നമുക്ക് കുഞ്ഞ് മോളാണോ മോനാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞുടുപ്പ് അത്രയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4 ക്യാപ് ടവൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞിന് എന്തായാലും ഇത് അത്യാവശ്യമാണ്. കുഞ്ഞിനെ പൊതിയുകയും ചെയ്യാം. നമുക്കൊന്ന് അതാകുമ്പോൾ ക്യാപ് ടവൽ ആകുമ്പോഴത്തേക്ക് ഫുള്ള് കവർ ചെയ്ത് വരുമല്ലോ. അതുകൊണ്ട് 4 എണ്ണം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് ടവലാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ, അതായത് ഞാൻ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇത് കൂടുതലും എടുത്ത് വെച്ചേക്കുന്നത്. അല്ലാതെ അധികത്തിലൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫേസ് ടവൽ അത്യാവശ്യമാണ്. അപ്പോൾ കുഞ്ഞിന് ഇതാണെങ്കിൽ നമുക്ക് ഫേസൊക്കെ തുടയ്ക്കാനും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് തുടയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ പാലൊക്കെ വീണ് തുടയ്ക്കണമെങ്കിലോ ഈ ഫേസ് ടവൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ ഒരു 10 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 4 ടവലാണ്. ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു കോംബോ ഓഫറിന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഓൺലൈനാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കുഞ്ഞിനെ നമുക്ക് ചുറ്റിയെടുക്കാനൊക്കെ പറ്റും. അതേപോലെ നമുക്കൊന്ന് പിന്നെ വിരിച്ചിട്ടിട്ട് കിടത്താനായാലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ടിയുള്ള ഇത് റിസീവിങ് ടവലാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്കിത് അവിടെ കുഞ്ഞിനെ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതല്ലാതെ വെച്ചേക്കായിരുന്നു. പിന്നെ 2 നമുക്ക് ട്രൈ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം നമുക്ക് വേണം കുഞ്ഞിനെ കിടത്താനൊക്കെ. അതാകുമ്പോഴത്തേക്ക് വേറെ തുണിയൊന്നും നനയത്തും എടുക്കത്തൊന്നുമില്ല. ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പക്ഷേ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മുണ്ട് ഞാൻ എടുത്ത് വെച്ചാണ്. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് തുണികൾ ഞാൻ കീറി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല വെളുപ്പാങ്കാലത്ത് ഇരുന്ന് പെട്ടെന്ന് കീറിയെടുത്തതാണ്. അപ്പോൾ ഇത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗം വരും കേട്ടോ. നമുക്ക് എന്തെങ്കിലും കുഞ്ഞിനൊരു ബുദ്ധിമുട്ട്, അതായത് ഡയപ്പർ എങ്ങാനും വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അവർക്ക് തുണി വെച്ച് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ഞങ്ങൾ തുണി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എന്തായാലും ഒരു കുറച്ച് പീസെങ്കിലും, ഒരു 5-6 പീസെങ്കിലും മുണ്ട് കീറി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു 5-6 ഞാൻ ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നൈറ്റിയും ബാക്കിയെല്ലാം ടോപ്പുമായിരുന്നു. പിന്നെ 2-3 തോർത്ത്, പിന്നെ എൻ്റെ ഇന്നർ വെയർ, അത് ഞാൻ ഈ ഒരു
ഫീഡിങ് ബ്രായാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സാധനം. പിന്നെ ഇതാ കുഞ്ഞിന് ഇടാൻ വേണ്ടിയിട്ട് കയ്യിലിരുന്ന ഷോക്സും അതൊക്കെ ഉണ്ട്, ക്യാപ്പൊക്കെ. ഇത് അത്യാവശ്യമാണ്. ഇത് അവിടെ ഹോസ്പിറ്റലിൽ ചോദിക്കും കുഞ്ഞിന് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾ ബാഗിൽ പാക്ക് ചെയ്തത്. പിന്നെ ഇതാ എൻ്റെ ഫയലും കാര്യങ്ങളാണ്. ഇത്രയും നാൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടും എല്ലാ റിപ്പോർട്ട്സും എല്ലാം കൂടെ വെച്ച് ഒരു ഫയൽ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മറക്കാനേ പാടില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഫീഡിങ് പില്ലോ, അത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനമാണ്. കാരണം നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ നല്ല ബോഡി പെയിനും ബാക്ക് പെയിനും ഒക്കെ വരുമല്ലോ. ആ സമയത്ത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കുഞ്ഞിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതും ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെറ്റ് ബെഡും അത്യാവശ്യമാണ്. അപ്പോൾ നല്ല കൊതുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന് വേറെ ശല്യങ്ങളൊന്നും വരത്തില്ല, ഇതിനകത്ത് കിടത്താൻ പറ്റും. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഇതും ആ ക്യാരിങ് ബെഡും ഓൺലൈനിൽ നിന്ന് കോംബോ ഓഫറിന് മേടിച്ചാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവാണ്, എല്ലാത്തിനും റേറ്റ് കുറവാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മളല്ലാതെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരുന്നു പുറത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എല്ലാം ഓൺലൈനിൽ നിന്ന് മേടിച്ചു. പിന്നെ ഇതാ ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് 2 ഫ്ലാസ്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഫ്ലാസ്ക് എനിക്ക് അത്യാവശ്യമായിരുന്നു ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു തൂക്കുപാത്രം, അതെനിക്ക് ആവശ്യം വന്നില്ല. പിന്നെ 2 ഗ്ലാസ് 2 പ്ലേറ്റ്, പിന്നെ 2 സ്പൂണ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇത് പിന്നെ സോപ്പ്, പിന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനം, എണ്ണ, അതൊക്കെയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞ് ബാഗിനകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആധാർ കാർഡ് നമ്മൾ മറക്കാതെ എടുത്ത് വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം അവിടെ ചോദിക്കും 2 പേരുടെയും ആധാർ കാർഡ്, അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആധാർ കാർഡ് ചോദിക്കും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ടാബ്ലറ്റ്സ് കുറച്ച് ഉണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ ഹോസ്പിറ്റലിൽ പോയാൽ എന്താ ഡെലിവറി നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്താ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് പെയിനും വേണ്ടുന്ന മരുന്ന്, പിന്നെ സ്കിൻ കെയറിൻ്റെ കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു ഈ ഒരു ബാഗിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.